ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജയ ആർട്ട് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങക്ക കൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന മുറ്റിയ മുരിങ്ങക്കയാണ്. അപ്പോൾ അതിനെ നമുക്കങ്ങ് സൂപ്പ് വെക്കാമെന്ന് വിചാരിച്ചു. മറ്റേ കറി വെക്കണ്ട, സൂപ്പാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങക്ക കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3-4 മുരിങ്ങക്ക ഇത്തിരി വലുതാണ്. ഇതിപ്പോൾ നമുക്ക് കറിയിലൊന്നും ഇടാൻ പാകത്തിനല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചത് സൂപ്പ് വയ്ക്കാമെന്ന്. അപ്പോൾ നമുക്കൊന്ന് വേഗം തന്നെ സൂപ്പ് ഉണ്ടാക്കാം. സൂപ്പ് വയ്ക്കാനായിട്ട് ഇത്തിരി പൊടികളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ടൊമാറ്റോ പൗഡർ, ഓണിയൻ പൗഡർ, നല്ലോളം പൗഡർ, മഞ്ഞൾ പൗഡർ, ജിഞ്ചർ പൗഡർ, ജീരകം, പിന്നെ ഇത്തിരി കോൺഫ്ലവർ വേണം കേട്ടോ. നമുക്ക് 2 സ്പൂൺ കോൺഫ്ലവർ കൂടെ അതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമുക്ക് സൂപ്പ് തയ്യാറാക്കാം. അപ്പോൾ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുരിങ്ങക്ക അങ്ങോട്ട് അതിലോട്ട് ഇടുകയാണ്. കുക്കർ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സൂപ്പ് ആക്കി എടുക്കാൻ സാധിക്കും. 2-3 വിസിൽ വന്നു കഴിയുമ്പോൾ തന്നെ സൂപ്പ് റെഡിയാകും. അപ്പം ഞാൻ ഈ കുക്കറിലോട്ട് വെക്കുകയാണ്. ഇട്ട് കൊടുക്കാം. നമ്മൾ സൂപ്പ് റെഡിയാക്കാനായിട്ട് നമുക്കിനി പൊടികളൂടെ ചേർത്ത് കൊടുക്കണം. ഓരോ പൗഡറായിട്ട് ഇട്ട് കൊടുക്കുക. ജിഞ്ചർ പൗഡർ, ജീരകം, ഇനി തക്കാളിപ്പൊടിയാണ് കേട്ടോ. തക്കാളിയുടെ പൗഡർ, തക്കാളിപ്പൊടി, നമുക്ക് ഒണിയൻ്റെ പൗഡർ, ഉള്ളിപ്പൊടി, ഇതെല്ലാം പൊടിയായിട്ടാണ്. അപ്പോൾ നല്ല കൊഴുത്ത ഒരു സൂപ്പായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് നല്ലോണം പൊടി കൂടെ ചേർക്കണം. ഇനി മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. കോൺഫ്ലവർ 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ചെയ്യണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കട്ട വെക്കാതെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് കുക്കർ നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ 2-3 വിസിൽ വരുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും. നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. നല്ല സൂപ്പ് നല്ലതായിട്ടുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സൂപ്പ് നല്ല സൂപ്പാണ് ഇവിടെ റെഡി ആക്കിയിരിക്കുന്നത്. ഈ സൂപ്പ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.